ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അമ്നുവിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ 2 ദിവസം മുന്നുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ഞാൻ ജസ്റ്റ് അവന് കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കാനുണ്ടായിരുന്നു. അവന് ഷൂ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ഷർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടിയൊക്കെ മേടിക്കാനായിട്ട് പോയതാണ്. പിന്നെ എനിക്ക് ഫേഷ്യൽ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് ഹാള് തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാനാണ് പോയത്. ഇതാണ് നമ്മുടെ ഹാള് വരുന്നത്. ഇനി ഡെക്കറേഷൻ ചെയ്യാനുള്ള ഇവൻറ്റുകാർ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാനാണ് എവിടെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നോക്കാനായിട്ട്. വലിയ ഹാളാണ്, കുഴപ്പമില്ല. ബർത്ത്ഡേ ഫങ്ഷനൊക്കെ പറ്റിയിട്ടുള്ള ഹാളാണ്. ഇത് 14-ാം തീയതി എടുത്തിട്ടുള്ള വീഡിയോ ആണ്. 14-ാം തീയതി അമ്നുവിൻ്റെ പിറന്നാളാണ്, അതായത് ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ എനിക്ക് ആ ദിവസം ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ദിവസം നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളും ഫീലിങ്സാണ്. അത് അമ്മമാർക്ക് പറഞ്ഞാലാണ് കൂടുതൽ മനസ്സിലാവുക. ആ ടൈം അടുക്കും തോറും നമ്മൾ കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഗുഡ് വില്ലിലേക്കാണ് പോയത്. ഗുഡ് വില്ല് പോയത് മെയിനായിട്ട് എനിക്ക് മാലെടുക്കാനുണ്ടായിരുന്നു, അതേപോലെ കമ്മൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ അഫോർഡബിൾ റേറ്റിലായിട്ട് കിട്ടും. നമ്മൾ നല്ല പ്രൈസിലുള്ളതുണ്ട്, എന്നാൽ നമുക്ക് ഓക്കെ ആയിട്ടുള്ള പ്രൈസിലും അവിടെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഒരു മാലും ഒരു കമ്മലും അവിടെ നിന്ന് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് ഫേഷ്യൽ വന്നിരിക്കണ എൻ്റെ ഫേസ് കണ്ടിട്ട് അവൻ അന്തം വിട്ട് നിൽക്കണ ഒരു ഭാഗമാണിത്. അവനാകപ്പാടെ അവൻ ഞെട്ടിപ്പോയ അവസ്ഥ. അങ്ങനെ ഞങ്ങളതേ വീട്ടിലേക്ക് നേരെ പോയിട്ട് അവിടെ തൊട്ടപ്പുറത്തുള്ള ചേച്ചി ഞങ്ങൾക്ക് ഇന്ന് തന്നെ ഗിഫ്റ്റ് തരാണ്. അന്ന് അവർക്ക് തരാൻ അവർ വരുമെന്ന്, പക്ഷെ ഇന്ന് ഞങ്ങൾ വരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് തന്നതാണ്. അപ്പോൾ അതൊന്ന് ക്യാപ്ചർ അതെ, ഗിഫ്റ്റൊക്കെ ഞാൻ അൺബോക്സ് ചെയ്തു. നല്ല, അതായത് നമുക്ക് കാറ് പോലത്തെ സംഭവമാണ്. അവന് കാറ് വേണ്ട, അവന് ആ പെട്ടിയാണ് വേണ്ടത്. കണ്ടില്ലേ പോണത്. അപ്പോൾ സെയിം മോഡൽ തന്നെ കുഞ്ഞമ്മായി ഈ മോഡല് ഇതാണ് കുഞ്ഞമ്മായി തന്നത്. ഗുഡ് മോർണിംഗ്. സോ ഇന്ന് 16-ാം തീയതിയാണ് അമ്നുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ നമ്മൾ കാത്തിരുന്ന ആ ദിവസം എത്തിയിരിക്കുകയാണ്. ഐ എം സോ എക്സൈറ്റഡ്. സോ ഞാൻ എണീറ്റു. ഇനി കുറച്ച് പരിപാടികളുണ്ട്. കർട്ടൻ ഇടണം, അങ്ങനത്തെ കുറച്ച് പരിപാടി. അപ്പോൾ ഇനി നമുക്ക് രാവിലെ അമ്മ എണീറ്റിട്ടില്ല, ചേട്ടനും എണീറ്റിട്ടില്ല, ശീതവും എണീറ്റിട്ടില്ല, ഞാനും അമ്മ മാത്രമേ എണീറ്റിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി കർട്ടൻ ഇടണം. അടിച്ചുവാരി തുടച്ചു ഓൾറെഡി ഞാൻ. ഇനി കർട്ടൻ ഇടണം. പിന്നെ നോർമലായിട്ട് അവൻ എണീക്കാനായിട്ട് മുന്നേ എനിക്ക് കുളിക്കണം. അപ്പോൾ അവനൊരു 8:30 ആയിരിക്കും എണീക്കുമ്പോൾ. ഞാനൊരു 10 മണിക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. എൻ്റെ ഗൗൺ ഓൾറെഡി എത്തിയിട്ടുണ്ട്, അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 11 മണി തൊട്ടാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കൊരു 10 മണിക്കൊക്കെ നമുക്ക് മേക്കപ്പ് ചെയ്താൽ മതി. ഇവിടെ നിന്ന് തൊട്ടടുത്താണ്, നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പരിപാടികൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇനി നമുക്ക് കർട്ടൻ ഇടാം. ദെൻ നമുക്കൊന്ന് അയേൺ ചെയ്യണം, ചേട്ടൻ്റെ ഷർട്ടൊന്ന് അയേൺ ചെയ്യണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ ലെൻസ് വയ്ക്കണം. ഞാൻ ആകപ്പാടെ 2 വട്ടം ലെൻസ് വെച്ചിട്ടുള്ളൂ. ഒന്ന് എൻ്റെ വളകാപ്പിനും പിന്നെ ഇതിപ്പോഴും. എനിക്ക് ലെൻസ് വയ്ക്കാൻ ഭയങ്കര പേടിയാണ്. അതേപോലെ തന്നെ കാണുന്നുമുണ്ട്. അത് ലെൻസ് ഒന്ന് പ്രോപ്പറായിട്ട് വരാനായിട്ട് കുറേ ടൈം എടുക്കും. ഹലോ ഗായ്സ്, സോ ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്.
എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ എങ്ങനെയാണോ പറഞ്ഞത് അതേ സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഐ എം സോ സാറ്റിസ്ഫൈ. നന്നായിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് ഞാൻ ഈ ഷെല്ല് വയ്ക്കുമ്പോൾ ഓവർ തടി തോന്നിക്കുന്നുണ്ട്. പിന്നെ തടിയുള്ളത് പിന്നെ കാണിക്കില്ലല്ലോ, കുഴപ്പമില്ല. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. ഇനി എന്തായാലും നമുക്ക് മേക്കപ്പ് ചെയ്തിട്ട് കാണാം, മേക്കപ്പ് ചെയ്യണത് കാണാം. അപ്പോൾ അതേ ഞാൻ എൻ്റെ ഡ്രസ്സ് എവിടെ സ്റ്റിച്ച് ചെയ്തതെന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. ചാഴൂർ, ചേച്ചിയുടെ പേര് റിത എന്നാണ്, മീരാസ് ബോട്ടിക് എന്നാണ് അവിടുത്തെ പേര്. നല്ല രസത്തിൽ അവർ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മോഡലിൽ തന്നെ അവർ അത് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഡ്രസ്സിങ്ങിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈ ആയിരുന്നു. ബിക്കോസ് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എങ്ങനെയാണോ പറഞ്ഞത് അതേപോലെ തന്നെ അവർ അത് സ്റ്റിച്ച് ചെയ്ത് തന്നു. അങ്ങനെ ഞങ്ങളിത് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അവനൊക്കെ ഡ്രസ്സ് ചെയ്യിപ്പിച്ചു. എനിക്ക് ആ ടാഗ് മാത്രം അവൻ്റെ വെക്കാനായിട്ട് പറ്റിയില്ല ഡ്രസ്സിൻ്റെ. കുഴപ്പമൊന്നുമില്ല, ബട്ട് നല്ല രസമായിട്ടുണ്ട്. ഞാനത് വിചാരിച്ചേക്കാട്ടും നന്നായി അമ്നുവിൻ്റെ ഡ്രസ്സ്. ആക്ച്വലി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അവൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ കോപ്പറേറ്റ് ചെയ്തിരുന്നു. കാരണം കരച്ചിലും ബഹളവുമായൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ടൊരു അവന് ഈ ഉഷ്ണവും കാര്യങ്ങളായപ്പോൾ അതിൻ്റെ ചെറിയൊരു ഡിസ്റ്റർബൻസ്. എന്നിട്ട് അവൻ വേഗം തന്നെ ഉറങ്ങി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കോ? അപ്പൊ നമ്മളെല്ലാവരും ഇന്നിവിടെ കൂടിയിട്ടുള്ളത് നമ്മുടെ മോൻ അമ്നു നീൽ ശ്രീരാഗിന്റെ ബർത്ത്ഡേ ഫംഗ്ഷനാണ്. അപ്പൊ നമുക്ക് വൈകാണ്ട് തുടങ്ങിയാൽ ഓൾറെഡി സമയം ലേറ്റായി. വെരി സോറി. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ചാമിങ് സ്റ്റാർ ഓഫ് ദ ഡേ നമുക്ക് വെൽക്കം ചെയ്താലോ? എല്ലാവരും വഴിയിൽ വരായിരുന്നു ഇങ്ങോട്ട്. അപ്പോ ലെറ്റ്സ് വെൽക്കം നീൽ ശ്രീരാഗ് and the gorgeous Harida and handsome Srirag. Happy ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ വീഡിയോ നമുക്ക് അത് അവസാനിപ്പിക്കാനായിട്ട് പറ്റിയില്ല. ഞാൻ വീടെത്തിയപ്പോഴേക്കും അത്യാവശ്യം ടയേർഡായിരുന്നു. പിന്നെ ഇവനെയും വെച്ചിട്ട് എനിക്ക് അതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല. സോ ഹോപ്പ് ഗൈസ് നിങ്ങളത് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഒന്ന് എനിക്ക് എൻഡ് ചെയ്യാനായിട്ട് പറ്റുമോ? അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. ബൈ കൊടുക്കൂ. ബൈ കൊടുക്കാം ഞാൻ.